അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയുനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. പ്രിയ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖുർആൻ പഠന അക്കാദമിയുടെ ഖുർആൻ പഠനം ലളിതമാർഗത്തിൽ എന്ന കോഴ്സിൻ്റെ 4ാമത്തെ സെഷനിലേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 സത്യവിശ്വാസികൾ പരസ്പരം വാളെടുത്ത് യുദ്ധം ചെയ്താൽ കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ്. ഞാൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, ഒരാൾ കൊലയാളിയാണ്, എന്നാൽ കൊല്ലപ്പെട്ടവൻ്റെ കാര്യം എന്താണ്? നരകത്തിൽ കിടക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടുന്ന് പറഞ്ഞു, തീർച്ചയായും അവൻ തൻ്റെ സഹോദരനെ വധിക്കുവാൻ ആഗ്രഹിച്ചിരുന്നു. ബുഖാരി, മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണിത്. ഈ ഹദീസ് സൂചിപ്പിക്കുന്നത് മരിച്ചയാളുടെ ഉദ്ദേശം തൻ്റെ സഹോദരനെ കൊല്ലുക എന്നുള്ളതാണ്. ഇവിടെ നെയ്യത്ത് അല്ലെങ്കിൽ ഉദ്ദേശത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഗൗരവത്തെക്കുറിച്ചുമാണ് സൂചിപ്പിക്കുന്നത്. സൂറത്ത് ഖുറൈഷ്, ഖുർആനിലെ 106ാമത്തെ അധ്യായമായ സൂറത്ത് ഖുറൈഷാണ് ഇന്ന് ഈ അധ്യായത്തിൽ നമ്മൾ പ്രധാനമായി പഠിക്കേണ്ട അഭ്യാസ ഭാഗം. അധ്യായത്തിൻ്റെ ആദ്യഘട്ടമായ അറബി സംസാര ഭാഷ കഴിഞ്ഞ ക്ലാസ് പഠിച്ച കാര്യം നമ്മൾ ആവർത്തനം നടത്തുന്നു. അതിനുശേഷമാണ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ബിസ്മില്ലാഹി, നമ്മൾ എന്ത് കാര്യം തുടങ്ങുമ്പോഴും, നല്ലതും വേണ്ടതുമായ കാര്യങ്ങൾ തുടങ്ങുമ്പോൾ ഉച്ചരിക്കേണ്ടതായ വചനമാണ് ബിസ്മില്ലാഹി. ബി എന്നതിൻ്റെ അർത്ഥം ഇൽ അല്ലെങ്കിൽ കൊണ്ട്. ഇസ്മു പറഞ്ഞാൽ നാമം. ബിസ്മി നാമം കൊണ്ട് അല്ലെങ്കിൽ നാമത്തിൽ. ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. 2, മാഷ അള്ളാഹു ലാ ഖുവത ഇല്ലാ ബില്ലാ. മാ പറഞ്ഞാൽ യാതൊന്നും, ലാ ഇല്ല, ഇല്ലാഹി അള്ളാഹുവിനെ കൊണ്ട്, ഇല്ലാ ബില്ലാ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ, മാഷാ അള്ളാഹു ലാ ഖുവത ഇല്ലാ ബില്ലാ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും ഇല്ല. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ലാ എന്നതിന് അർത്ഥം എന്താണ്? ഇല്ല. ഹൗല അല്ലെ ഹൗല പറഞ്ഞാൽ കഴിവ്. അപ്പം ലാ ഹൗല പറഞ്ഞാൽ ഇല്ല. വലാ വ എന്നതിനർത്ഥം എന്നാണ് അർത്ഥം. ലാ പറഞ്ഞാൽ ഇല്ല. വലാ ഖുവത, ഖുവത്ത് പറഞ്ഞ ശക്തി. വലാ ഖുവത പറഞ്ഞാൽ ശക്തിയുമില്ല. ഇല്ലാ ബില്ലാഹി, ഇല്ല ഒഴികെ, ബില്ലാഹി അള്ളാഹുവിനെ കൊണ്ട്, ഇല്ലാ ബില്ലാഹ് അള്ളാഹുവിനെ കൊണ്ടല്ലാതെ. അപ്പം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു കഴിവും ശക്തിയും ഇല്ല. ഇതിൻ്റെ നല്ലൊരു വിശദീകരണം ഇപ്രകാരമാണ്. ലാ ഹൗല എന്ന് പറഞ്ഞാൽ പാപങ്ങൾ മാറ്റാൻ എന്നിൽ യാതൊരു കഴിവുമില്ല, ഇല്ലാ ബില്ലാ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ. വലാ ഖുവത എന്ന് പറഞ്ഞാൽ നല്ല ചെയ്യാൻ യാതൊരു ശക്തിയുമില്ല. അടുത്ത 2ാമത്, നമ്മൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾ പരസ്പരം ഒന്നിച്ചു കൂടുമ്പോൾ, പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ചെയ്യുന്ന അഭിവാദ്യമാണ് അസ്സലാമു അലൈക്കും. അസ്സലാമു സമാധാനം, അലൈക്കും നിങ്ങളിൽ, അസ്സലാമു അലൈക്കും നിങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് നിങ്ങളിൽ സമാധാനവും അള്ളാഹുവിൻ്റെ കാരുണ്യവും വർഷിക്കുമാറാകട്ടെ എന്ന് പറയുന്നു. നമ്മുടെ സംസാരങ്ങളിലും മറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ വ്യാപൃതരാകുന്നു. അവിടുന്ന് വിട പറയാൻ നേരത്തും നമ്മൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയാറുണ്ട്. അതോടൊപ്പം അധികമായിട്ട് എന്തെങ്കിലും നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് പറയില്ലേ, ടേക്ക് കെയർ അല്ലെങ്കിൽ ഗോഡ് ബ്ലസ് യു എന്ന് പറയുന്ന പോലെ അറബിയിൽ പറയേണ്ട ദുആയാണ് ഫി അമാനില്ല. ഫി പറഞ്ഞ ഇൽ, അമാൻ പറഞ്ഞ സംരക്ഷണം, സുരക്ഷിതത്വം. അമാനില്ല അള്ളാഹുവിൻ്റെ സംരക്ഷണം. ഫി അമാനില്ല അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ എന്ന് പറഞ്ഞാൽ താങ്കളിൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയാണത്.
അത് നമ്മൾ ചെല്ലാൻ പ്രാർത്ഥിക്കാൻ മറക്കരുത്, മറ്റുള്ളവർക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും. ഫി അമാനില്ല, അള്ളാഹുവിൻ്റെ സംരക്ഷണം അല്ലെങ്കിൽ സംരക്ഷണം തങ്ങളിൽ ഉണ്ടാകുമാറാകട്ടെ. അടുത്ത മൂന്നാമത് വല്ലാഹി. ഇവിടെ വ എന്ന പദം ഒരു വാചകത്തിൻ്റെ ആദ്യമാണ്. വൽ അസ്ർ, സൂറത്തുൽ അസ്റിലെ തുടക്കം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. വൽ അസ്ർ, അസ്ർ പറഞ്ഞ കാലം. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. അപ്പോൾ ഇതിന് ഈ വാവിനെ, അതായത് ഒരു വാചകത്തിലെ ആദ്യം വാ എന്ന പദം വന്നാൽ അതിന് വാവ് തൗക്കീദ് എന്ന് പറയും. സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാവ്, അല്ലെങ്കിൽ ഉറപ്പിക്കാൻ, പറയുന്ന കാര്യത്തിൻ്റെ പ്രാധാന്യത്തെ ഉറപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന വാവിനെ വാവ് തൗക്കീദ് എന്ന് പറയും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വല്ലാഹി, അള്ളാഹുവാണ് സത്യം, അള്ളാഹുവാണ് സത്യം. വിശ്വാസികളായ നമ്മൾ, മുസ്ലിങ്ങളായ നമ്മൾ സത്യം ചെയ്യുന്ന പരമാവധി ഒഴിവാക്കേണ്ടതാണ്. പക്ഷേ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ, സാഹചര്യങ്ങളിൽ സത്യം ചെയ്യാൻ നിർബന്ധമാകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ സത്യം ചെയ്യുന്നത് വല്ലാഹി, അള്ളാഹുവാണ് സത്യം എന്ന് പറയുന്നത്, അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ, അള്ളാഹുവിൻ്റെ നാമത്തിൽ മാത്രമേ സത്യം ചെയ്യാവൂ എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ പല ആചാരങ്ങളും അനാചാരങ്ങളും ഉള്ളത് നമുക്കറിയാം. നമ്മൾ സത്യം ചെയ്യേണ്ട സന്ദർഭത്തിൽ ഉടനെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയോ ശക്തിയോ രൂപമോ അതിനെ പിടിച്ചുകൊണ്ട്, അതിൻ്റെ നാമം പറഞ്ഞുകൊണ്ട് നമ്മൾ സത്യം ചെയ്യാറുണ്ട്. ഒരു വിശ്വാസിക്ക് ഒരിക്കലും അത് ചെയ്യാവതല്ല. എന്തുകൊണ്ടെന്നാൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് ആ സന്ദർഭത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി സത്യം ചെയ്യേണ്ടതായിട്ട് വരാം. അപ്പോൾ നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയെക്കുറിച്ച്, വ്യക്തിയുടെ നാമത്തിൽ നമ്മൾ സത്യം ചെയ്താൽ ഒരിക്കലും ആ വ്യക്തി നമ്മൾ ചെയ്ത സത്യസാക്ഷ്യത്തെക്കുറിച്ച് അറിയുന്നില്ല. ഇനി പിന്നീട് അവർ അറിയപ്പെട്ടാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവർ നിങ്ങൾക്ക് പുറത്തു തരുമെന്ന്? ഒരിക്കലുമില്ല. അത് നമ്മുടെ എത്ര വേണ്ടപ്പെട്ട കൂടപ്പിറപ്പാണെങ്കിൽ പോലും. പക്ഷേ വല്ലാഹി, അള്ളാഹുവാണ് സത്യം എന്ന് പറഞ്ഞിട്ട് ആ സന്ദർഭത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ സത്യം ചെയ്യുന്നു. പിന്നീട് നമ്മൾ ആ സന്ദർഭത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം അള്ളാഹുൽ ഇസ്തിഗ്ഫാറിന് തേടിയാൽ, പൊറുക്കലിനെ തേടിയാൽ, അള്ളാഹു അർ-റഹ്മാൻ റഹീമാണ്, പരമകാരുണികനും കരുണാനിധിയുമാണ്, ഗഫൂർ റഹീമാണ്, എല്ലാം പുറത്തു തരുന്നവനാണ്. അള്ളാഹു മാത്രമേ നമ്മൾ പുറത്തു തരികയുള്ളൂ. ഇസ്തിഗ്ഫാറിന് തേടി അള്ളാഹു പുറത്തു തരും. അതുകൊണ്ട് വല്ലാഹി, അള്ളാഹു പറയാണ്, സത്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ സത്യം ചെയ്യാൻ നിർബന്ധിതമായ സാഹചര്യത്തിൽ നിങ്ങൾ വല്ലാഹി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ സത്യം ചെയ്യാവൂ എന്ന് പറയുന്നു. അധികമായിട്ടൊന്ന് ഒരു വചനം കൂടിയുണ്ട്. വല്ലാഹിൽ അലീം എന്ന് പറഞ്ഞോളൂ നിങ്ങൾ. വല്ലാഹി, അള്ളാഹുവാണ് സത്യം. അൽ അലീം, ദ ഗ്രേറ്റ്. അൽ അലീം പറഞ്ഞാൽ മഹത്വപൂർണമായ, മഹാനായ അള്ളാഹു. വല്ലാഹിൽ അലീം, മഹത്വപൂർണമായ അള്ളാഹുവാണ് സത്യം. ഇങ്ങനെ പദങ്ങൾ, ഈ ദുആകൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അള്ളാഹു അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അടുത്ത നമ്മൾ വ്യാകരണ ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഹുവ, അവൻ, ഹും, അവർ, അന്ത, നീ, അന്തും, നിങ്ങൾ, അന, ഞാൻ, നഹ്നു, ഞങ്ങൾ. ഹുവ, ഹും, അന്ത, അന്തും, അന, നഹ്നു. ലമായർ മുൻഫസില. ഹുവ അധികം മുസ്ലിം. മുസ്ലിം എന്ന പദത്തിൻ്റെ ബഹുവചനം മുസ്ലിമോൻ. മുസ്ലിം പുല്ലിംഗം. ഹുവ മുസ്ലിം, അവൻ മുസ്ലിമാകുന്നു. ഹും മുസ്ലിമോൻ, അവർ മുസ്ലിങ്ങളാകുന്നു. അന്ത മുസ്ലിം, നീ മുസ്ലിമാകുന്നു. അന്തും മുസ്ലിമോൻ, നിങ്ങൾ മുസ്ലിങ്ങളാകുന്നു. അന മുസ്ലിം, ഞാൻ മുസ്ലിമാകുന്നു. നഹ്നു മുസ്ലിമോൻ, ഞങ്ങൾ മുസ്ലിങ്ങളാകുന്നു. ലമായർ മുൻഫസിലയാണ് നമ്മളിപ്പോൾ കഴിഞ്ഞത്. അതിലെ പുല്ലിംഗമാണ്. ഇനി അതിൻ്റെ സ്ത്രീലിംഗ പദങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. മുസ്ലിം എന്ന പുല്ലിംഗത്തിൻ്റെ ബഹുവചനം മുസ്ലിമൂൻ. അതിൻ്റെ സ്ത്രീം എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗമാണ് മുസ്ലിമത്ത്. ഹാത്തായി ഉണ്ടല്ലോ, അതാണ് മുസ്ലിമത്ത്. അതിൻ്റെ ബഹുവചനം മുസ്ലിമാത്ത്. മുസ്ലിം, മുസ്ലിമൂൻ, മുസ്ലിമത്ത്, മുസ്ലിമാത്ത്. സ്വാലിഹ്, സ്വാലിഹൂൻ. സ്വാലിഹായ സ്ത്രീ എന്ന് പറയും സ്വാലിഹത്ത്. സ്വാലിഹായ സ്ത്രീകളെ സ്വാലിഹാത്ത്. മുഅ്മിൻ, മൂമിനൂൻ. മൂമിനത്ത്, മൂമിനാത്ത്. മുഷ്രിഖ്, മുഷ്രിഖൂൻ. സ്ത്രീലിംഗം മുഷ്രിഖത്ത്, മുഷ്രിഖാത്ത്. നമ്മൾ ലമായർ മുത്തസില.
റബ്ബുൻ എന്ന നാമം അധികം ഹുവ റബ്ബുഹു പുതിയ ഒരു പദം കിട്ടുന്നു. അത് കൂടിച്ചേർന്ന സർവനാമങ്ങൾ ലമായിർ മുത്തസില എന്ന് പറയുന്നു. അപ്പോൾ റബ്ബുൻ അധികം ഹുവ റബ്ബുഹു അവൻ്റെ രക്ഷിതാവ് റബ്ബ്. റബ്ബുൻ അധികം ഹും റബ്ബുഹും അവരുടെ രക്ഷിതാവ്. റബ്ബുൻ അധികം അന്ത റബ്ബുക്ക നിന്റെ രക്ഷിതാവ്. റബ്ബുൻ അധികം അന്തും റബ്ബുക്കും നിങ്ങളുടെ രക്ഷിതാവ്. റബ്ബുൻ അധികം അന റബ്ബി എൻ്റെ രക്ഷിതാവ്. റബ്ബുൻ അധികം നെഹ്നു റബ്ബുന റബ്ബുഹു റബ്ബുഹും റബ്ബുക റബ്ബുക്കും റബ്ബി റബ്ബുന. അതുപോലെ ലമായിർ മുൻഫസിലെ മുഅ്മിൻ സത്യവിശ്വാസി അതിന് ബഹുവചനം മുഅ്മിനൂൻ. ഹുവ മുഅ്മിൻ ഹും മുഅ്മിനൂൻ അന്ത മുഅ്മിൻ അന്തും മുഅ്മിനൂൻ. ഹുവ മുഅ്മിൻ ഹും മുഅ്മിനൂൻ അന്ത മുഅ്മിൻ അന്തും മുഅ്മിനൂൻ അന മുഅ്മിൻ നഹ്നു മുഅ്മിനൂൻ. ഇനി അവിടെ തന്നെ നമുക്ക് ലമായിർ മുത്തസില കൂടിച്ചേർന്ന സർവനാമങ്ങൾക്ക് ഉദാഹരണം ഇവിടെ ദീൻ എന്ന പദം. എന്താ ദീൻ പറഞ്ഞാൽ ദീനുൽ ഇസ്ലാം മതം റിലീജിയൻ. വേറെ അർത്ഥം കൂടിയുണ്ട് ദീനിന്. മാലിക്കി യൗമിദ്ദീൻ നമ്മൾ പഠിച്ചു സൂറത്തുൽ ഫാത്തിഹയിൽ. അവിടെ പ്രതിഫലം യൗമിദ്ദീൻ പ്രതിഫല ദിവസം നിയമ നടപടിയുടെ ദിവസം. അപ്പോൾ ഇവിടെ നമ്മൾ ദീൻ മതം എന്നുള്ള അർത്ഥം നമ്മൾ എടുക്കുക. ദീൻ അധികം ഹുവ അവൻ്റെ ദീന് ദീനുഹു അവൻ്റെ മതം. ദീൻ അധികം ഹും ദീനുഹും അവരുടെ മതം. ദീൻ അധികം അന്ധ ദീനുക്ക നിന്റെ മതം. ദീൻ അധികം അന്തും ദീനുക്കും നിങ്ങളുടെ മതം. ദീൻ അധികം അന ദീനി എൻ്റെ മതം. ദീൻ അധികം നഹ്നു ദീനുന ഞങ്ങളുടെ മതം. ദീനുഹു ദീനുഹും ദീനുക്ക ദീനുക്കും ദീനി ദീനുന. ദീനുഹു ദീനുഹും ദീനുക്ക ദീനുക്കും ദീനി ദീനുന. ദീനുക്ക ദീനുക്കും ദീനി ദീനുന. ഇനി അടുത്ത പദം എന്താ കൊടുത്തിരിക്കുന്നത് അവിടെ? കിതാബ്. എന്താ കിതാബ് അർത്ഥം? പുസ്തകം, ഗ്രന്ഥം, പല അർത്ഥങ്ങളുണ്ട്. ഓക്കെ, അവൻ്റെ പുസ്തകം എന്ന് എങ്ങനെ പറയാം? കിതാബുഹു. അവരുടെ പുസ്തകം കിതാബുഹും. നിന്റെ പുസ്തകം കിതാബുക്ക നിങ്ങളുടെ പുസ്തകം കിതാബുക്കും. എൻ്റെ പുസ്തകം കിതാബി ഞങ്ങളുടെ പുസ്തകം കിതാബുന. ഇനി അറബി മാത്രം പറയുക. കിതാബുഹു കിതാബുഹും കിതാബുക്ക കിതാബുക്കും കിതാബി കിതാബുന. കിതാബുഹു കിതാബുഹും കിതാബുക്ക കിതാബുക്കും കിതാബി കിതാബുന. കും റബ്ബുക്കും നിങ്ങളുടെ രക്ഷിതാവ്. ലക്കും ദീനുക്കും വലിയ ദീൻ. ലക്കും നിങ്ങൾക്ക്. കും എന്താ അർത്ഥം? നിങ്ങളുടെ. യാ എൻ്റെ. റബ്ബി സിദ്നി ഇൽമൻ. റബ്ബി ഈ എന്താണ് റബ്ബി? എൻ്റെ രക്ഷിതാവേ. സിദ്നി എനിക്ക് വർദ്ധിപ്പിക്കണമേ. ഇൽമൻ വിജ്ഞാനം. ഇത് ദുആയാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിനിടയ്ക്ക് ഇങ്ങനെ മനസ്സിൽ ഈ ദുആ ചെയ്തുകൊണ്ടേയിരിക്കും ഇടയ്ക്കിടയ്ക്ക്. എൻ്റെ രക്ഷിതാവേ എനിക്ക് വിജ്ഞാനം വർദ്ധിപ്പിച്ച് നൽകണമേ. ഹു പറഞ്ഞാൽ അവൻ്റെ, ഹും അവരുടെ, ഖ നിൻ്റെ, കും നിങ്ങളുടെ, യ എൻ്റെ, ന ഞങ്ങളുടെ. ഇത്രയുമാണ് വ്യാകരണത്തിൽ നമുക്ക് ഇന്നിവിടെ പഠിക്കാനുള്ളത്. അടുത്ത പ്രധാന അഭ്യാസം അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് സൂറത്ത് ഫീൽ. എന്താ ഫീൽ എന്നർത്ഥം? ആന. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. അലം തറ നീ കണ്ടില്ലേ, കൈഫ എങ്ങനെ, ഫഅല അവൻ ചെയ്തു, അവൻ പ്രവർത്തിച്ചു, റബ്ബുക നിന്റെ രക്ഷിതാവ്, ബി അസ്ഹാബ് സാഹിബ് പറഞ്ഞാൽ സുഹൃത്ത്, ഒരു വ്യക്തി എന്നർത്ഥമുണ്ട്. അതിൻ്റെ ജമ ബഹുവചനമാണ് അസ്ഹാബ്, ആൾക്കാർ, വ്യക്തികൾ. ബി പറഞ്ഞ കൊണ്ട് എന്നർത്ഥമുണ്ട്, ഇൽ എന്നർത്ഥമുണ്ട്, ഇവിടെ കൊണ്ട് എന്നർത്ഥം. അപ്പോൾ ബി അസ്ഹാബ് ആൾക്കാരെ കൊണ്ട്, അൽ ഫീൽ ആനയുടെ അല്ലെങ്കിൽ ആന, അപ്പോൾ ആനക്കാരെ കൊണ്ട്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ.
ആനക്കാരെ കൊണ്ട് നിന്റെ റബ്ബ് ചെയ്ത് എന്താണെന്ന് നീ കണ്ടില്ലേ? അലം യജ്അൽ ഖൈദഹും ഫീ തദ്ലീൽ. ജഅല പറഞ്ഞാൽ അവൻ ചെയ്തു, അവൻ ഉണ്ടാക്കി, ആക്കി. യജ്അൽ പറഞ്ഞാൽ ഉണ്ടാക്കുന്നു. ലം യജ്അൽ ആക്കുന്നില്ല. അലം യജ്അൽ അവൻ ആക്കുന്നില്ലേ, അല്ലെങ്കിൽ ആക്കിയില്ലേ? ഖൈദഹും, ഖൈദ് പറഞ്ഞാൽ തന്ത്രം. ഖൈദഹും അവരുടെ തന്ത്രങ്ങളെ. ഫീ തദ്ലീൽ, തദ്ലീൽ പറഞ്ഞാൽ വഴികേട്. ഫീ പറഞ്ഞ ഇൽ, അപ്പോൾ ഫീ തദ്ലീൽ പറഞ്ഞാൽ വഴികേടിൽ. അലം യജ്അൽ ഖൈദഹും ഫീ തദ്ലീൽ, അല്ല അവരുടെ തന്ത്രങ്ങളെ അവൻ വഴികേടിലാക്കിയില്ലേ? വഅർസല അലൈഹിം തൈറൻ അബാബീൽ. അർസല അവൻ അയച്ചു. അതിനാണ് എന്തുണ്ടായിരിക്കുന്നത്? റസൂൽ. എന്താ റസൂൽ എന്ന പദത്തിനർത്ഥം? സന്ദേശവാഹകൻ. അപ്പോൾ അർസല അവൻ അയച്ചു. ഇവിടെ ആരാ അർസല? അവൻ ആരെ ഉദ്ദേശിക്കുന്നത്? അള്ളാഹു. അള്ളാഹു അയച്ചു. അലൈഹിം അവരിൽ. ആരിൽ അയച്ചിരിക്കുന്നു? അലൈഹിം പറഞ്ഞാൽ ഈ ആനക്കാർ. തൈറൻ, തൈറൻ പറഞ്ഞാൽ പക്ഷികൾ. അതിൻ്റെ ഏകവചനമാണ് തൈർ. തർമീഹിം അവരെ എറിഞ്ഞു. ബി ഹിജാറത്തിൻ, ഹജർ കല്ല്, ഹജറുൽ അസ്വദ്, കഅബയിലെ കല്ല്, ബ്ലാക്ക് സ്റ്റോൺ, അതിൻ്റെ ബഹുവചനമാണ് ഹിജാറത്ത്. അപ്പോൾ ബി ഹിജാറത്ത് കല്ലുകൾ കൊണ്ട്. മിൻ സിജ്ജീൽ, സിജ്ജീൽ പറഞ്ഞാൽ ചൂളയിൽ ചുട്ടെടുത്ത എന്നർത്ഥമാണ്. മിൻ പറഞ്ഞ ഇൽ നിന്ന്, ചൂളയിൽ ചുട്ടെടുത്തതിൽ നിന്ന്, അല്ലെങ്കിൽ ചുട്ടെടുത്ത കല്ലുകൾ കൊണ്ട് അവരെ എറിഞ്ഞിരുന്നു. ആരെറിഞ്ഞിരുന്നു? ആ പക്ഷികൾ. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ, അവ അവരെ ചൂളക്കല്ലുകൊണ്ട് എറിഞ്ഞു. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. ജഅല പറഞ്ഞാൽ ആക്കി, ഉണ്ടാക്കി. ജഅലഹും അവരെ ആക്കി. ഫജഅലഹും എന്നിട്ട് അവൻ അവരെ ആക്കി. കഅസ്ഫിൻ പോലെ. അസ്ഫ് പറഞ്ഞാൽ വൈക്കോൽ തുരുമ്പ്. കഅസ്ഫിൻ പറഞ്ഞാൽ വൈക്കോൽ തുരുമ്പ് പോലെ. മഅകൂൽ ആക്കിൽ പറഞ്ഞ തിന്നുന്നവൻ, മഅകൂൽ തിന്നപ്പെട്ട. അപ്പം തിന്നപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ അവൻ അവരെ ആക്കി. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ, അങ്ങനെ അവൻ അവരെ തിന്നപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കി. ഇന്ന് നമ്മൾക്ക് പഠിക്കാനുള്ള സൂറത്ത് ഖുറൈശ്. ഖുർആനിലെ 106-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ ഖുറൈശ്. ഖുറൈശ് എന്ന പേരിൽ ഖുറൈശികളെ സംബന്ധിച്ച് മാത്രം പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളതുമായ ഒരു അധ്യായമാണിത്. ഇതുമൂലം ഖുറൈശികളുടെ പേരും കീർത്തിയും ലോക അവസാനം വരെ ഭൂമുഖത്ത് അവശേഷിക്കുന്നതായിരിക്കും. വിശുദ്ധ കഅബയുടെ ശുശ്രൂഷകരും ഭരണാധിപരുമെന്ന നിലയ്ക്ക് അവർക്ക് അറബികൾക്കിടയിൽ വലിയ പ്രശസ്തി ഉണ്ടായിരുന്നു. പക്ഷേ ജീവിത മാർഗത്തിന് മിക്കവാറും അവർക്ക് അന്യനാടുകളെ ആശ്രയിക്കേണ്ടിയിരുന്നു. ഈത്തപ്പഴം പോലുള്ള ചില പഴവർഗ്ഗങ്ങളല്ലാതെ സാധാരണ കൃഷി വിഭവങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു. ഈ പോരായ്മ നികത്താൻ ഉഷ്ണകാലത്ത് വടക്കുള്ള ഷാമിലേക്ക്, ഇന്നത്തെ പേരിൽ സിറിയ എന്നറിയപ്പെടും, സിറിയയിലേക്കും, ശൈത്യകാലത്ത് തെക്കുള്ള യമനിലേക്കും അവർ കച്ചവട യാത്രകൾ നടത്തുമായിരുന്നു. വിശുദ്ധ മന്ദിരത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവിനെ ആരാധിക്കുവാനും അവനെ അല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കാതിരിക്കുവാനും ബാധ്യസ്ഥരായിരുന്നു. ഈ ബാധ്യത അവർ നിറവേറ്റിക്കൊള്ളട്ടെ എന്ന് അള്ളാഹു ഉത്ബോധിപ്പിക്കുന്നതാണ് ഈ സൂറത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലതശ് ശിത്വാഇ വസ്സൈഫ് ഫൽഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. ഈലാഫ്, ഈലാഫ് എന്ന് പറഞ്ഞാൽ സുരക്ഷിതത്വം, സുരക്ഷിതം നൽകുക, അല്ലെങ്കിൽ ഇണക്കപ്പെടുത്തുക, പരിചയപ്പെടുത്തുക, പല അർത്ഥങ്ങളുണ്ട്. ലീ പറഞ്ഞാൽ വേണ്ടി. ലി ഈലാഫ് പറഞ്ഞാൽ ഇണക്കപ്പെടുത്തിയതിനാൽ, ഇണക്കപ്പെടുത്തുന്നതിന് വേണ്ടി. ആരെ? ഖുറൈശികളെ
അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഈലാഫിഹിം റിഹിലത അശ്ശിത്വാഇ വസ്സൈഫ്, ഈലാഫിഹിം അവരെ ഇണക്കപ്പെടുത്തിയതിനാൽ അല്ലെങ്കിൽ പരിചയപ്പെടുത്തിയതിനാൽ, റിഹില പറഞ്ഞാൽ യാത്ര. നമ്മൾ ഒരാൾ യാത്രയ്ക്ക് പോകുമ്പോൾ ഹാപ്പി ജേർണി പറയും. അപ്പോൾ അറബിയിൽ പറയേണ്ടത് റിഹില സഈദ, ഹാപ്പി ജേർണി. അപ്പോൾ റിഹില പറഞ്ഞ യാത്ര. റിഹിലത അശ്ശിത്വാഇ വസ്സൈഫ്, അശ്ശിത്വായി പറഞ്ഞാൽ ശൈത്യകാലം. ആ വാക്കിൽ നിന്ന് ആ തുടക്കം ഇങ്ങനെ വാക്ക് ഷിത്തായില്ലേ. നമ്മൾ ശൈത്യം എന്താണ്? ആ തണുപ്പ് കൊണ്ട് വിറയ്ക്കുന്ന ആ വാക്ക് തന്നെയുണ്ട് ഷിത്തായി എന്നുള്ളത്. ഷിത്തായി പറഞ്ഞാൽ ശൈത്യം. വസൈഫ്, സ്വൈഫ് ചൂട്, ഉഷ്ണകാലം. അപ്പോൾ ശൈത്യകാലത്തും ഉഷ്ണകാലത്തിലെയും യാത്രയിൽ നിന്ന് സുരക്ഷിതത്വം നൽകിയതിനാൽ, ആരാ സുരക്ഷിതത്വം നൽകുന്നത്? ഇണക്കി കൊടുക്കുന്നത് അള്ളാഹു. ഈ കാര്യം ചെയ്തതിനാൽ, അള്ളാഹു നൽകിയതുകൊണ്ട്, ആർക്ക് നൽകിയതുകൊണ്ട്? ഖുറൈശികൾക്ക് നൽകിയതിനാൽ, ഫൽ യഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്. ഫൽ ഫ പറഞ്ഞാൽ അതുകൊണ്ട്, അതിനാൽ. യഅ്ബുദു ഇബാദത്ത് നമ്മൾ പഠിച്ചാണ് അല്ലേ? എന്താ ഇബാദത്ത് പറഞ്ഞാൽ? ആരാധന. യഅ്ബുദൂൻ, യഅ്ബുദൂൻ റബ്ബ ഹാദൽ ബൈത്ത്. റബ്ബുൻ രക്ഷിതാവ്. എന്തിന്റെ രക്ഷിതാവ്? ഹാദൽ ബൈത്ത്. ഹാദ പറഞ്ഞ ദിസ്, ഇത് അർത്ഥം. ഹാദ കിതാബുൻ, ഇത് ഒരു പുസ്തകമാവുന്നു. ഹാദ ഇത്. ഹാദൽ ബൈത്ത്, അൽ ബൈത്ത് പറഞ്ഞ അർത്ഥം വീട്. ഹാദൽ ബൈത്ത് ഈ വീടിന്റെ രക്ഷിതാവിനെ ആരാധിക്കട്ടെ. ഏത് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇവിടെ കഅബാലയമാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും യാത്ര ഇണക്കിപ്പെടുത്തി കൊടുത്തതിനാൽ ഈ വീടിൻ്റെ രക്ഷിതാവിനെ അവർ ആരാധിക്കട്ടെ എന്ന് അള്ളാഹു പറയുകയാണ്. അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. അല്ലദീ ആ യാതൊരുവൻ, അത് അള്ളാഹുവിനെ ഉദ്ദേശിക്കുന്നത്. ആരാണോ ഇണക്കി കൊടുത്തത് ആ അള്ളാഹു. അത്അമഹും, എന്താ താം പറഞ്ഞാൽ? താം പറഞ്ഞ ഭക്ഷണം, ഫുഡ്. അത്അമ പറഞ്ഞാൽ അവൻ ഭക്ഷിപ്പിച്ചു, അവൻ ഭക്ഷണം നൽകി. അത്അമഹും ആർക്ക് നൽകി? അവർക്ക് നൽകി. ഹും എന്താ അർത്ഥം? അവർ. അത്അമഹും അവൻ അവർക്ക് നൽകി. മിൻ ജൂഇൻ, മിൻ പറഞ്ഞാൽ ഇൽ നിന്ന്, ഫ്രം. ജൂഇൻ പറഞ്ഞാൽ എന്താ അർത്ഥം? വിശപ്പ്, ഹങ്ങർ. വിശപ്പിൽ നിന്ന് എന്ത് നൽകി? ഭക്ഷണം നൽകി. വആമനഹും മിൻ ഖൗഫ്. വആമനഹും, അമ്ന പറഞ്ഞാൽ സുരക്ഷിതത്വം, സെക്യൂരിറ്റി. ആമന പറഞ്ഞാൽ അവൻ സുരക്ഷിതത്വം നൽകി. മിൻ ഇൽ നിന്ന്, എന്തിൽ നിന്ന്? ഖൗഫുൻ. ഖൗഫുൻ പറഞ്ഞാൽ ഭയം, പേടി. ആ ഭയത്തിൽ നിന്ന് സുരക്ഷിതത്വവും വിശപ്പിൽ നിന്ന് ഭക്ഷണവും നൽകിയവനാണ് റബ്ബ ഹാദൽ ബൈത്ത്, ഈ ഭവനത്തിൻ്റെ ഉടമസ്ഥൻ. അതുകൊണ്ട് ആ ഉടമസ്ഥനെ അവരാരാധിക്കട്ടെ എന്ന് അള്ളാഹു പറയുകയാണ്. ഇവിടെ നമുക്ക് ഉൾക്കൊള്ളേണ്ട ഒരു പാഠമുണ്ട് അല്ലേ? അള്ളാഹുവാണ് നമ്മൾക്ക് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ആരോഗ്യം, സന്താനങ്ങൾ, വീട്, എല്ലാം നമുക്ക് വേണ്ട എല്ലാം നൽകുന്ന ആരാണ്? സുരക്ഷിതത്വം എല്ലാം നൽകുന്നത് അള്ളാഹുവാണ്. അങ്ങനെ ഇതെല്ലാം നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അള്ളാഹു പറയാണ് അതുകൊണ്ട് ഫൽ യഅ്ബുദു, അതുകൊണ്ട് അവരെ ആരാധിക്കട്ടെ. ആ നൽകിയത് കൊണ്ട്, ഇത്രയും അനുഗ്രഹങ്ങൾ നമ്മൾക്ക് അള്ളാഹു നൽകിയതിനാൽ എന്ത് ചെയ്യണം? നമ്മൾ അള്ളാഹുവിനെ ഫൽ യഅ്ബുദു, അവർ ആരാധിക്കട്ടെ. നിങ്ങൾ ആരാധിക്കൂ എന്ന് അള്ളാഹു പറയുകയാണ്. അതുകൊണ്ട് നമുക്ക് അള്ളാഹുവെ ഏറ്റവും നല്ല രീതിയിൽ ആരാധിക്കാം. അള്ളാഹുവിനെ ഏറ്റവും തൃപ്തിപ്പെട്ട രീതിയിൽ നമുക്ക് ആരാധിക്കാം. ഒരു പ്രാർത്ഥനയോടുകൂടി ആ ആരാധന തുടങ്ങാം. എന്താ പ്രാർത്ഥന? നമ്മൾ സാധാരണ ദുആ ചെയ്യാറില്ലേ? അല്ലാഹുമ്മ ഐന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദിക. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഐന്നി എന്നെ സഹായിക്കണമേ, അലാ ദിക്രി, ദിക്റാണ് സ്മരണ, ദിക്രിക്ക നിന്നെ ഓർക്കാൻ, നിന്നെ സ്മരിക്കാൻ നീ എന്നെ സഹായിക്കാം. നിന്നെ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞില്ല, അള്ളാഹുവിന് സഹായമില്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പോലും കഴിയില്ല. കഴിയുമോ? ഇല്ല. അതാണ്. അപ്പോൾ നമ്മൾ ദുആ ചെയ്യണം അള്ളാഹുവിനോട്, അള്ളാഹുവേ
ഐന്നി എന്നെ സഹായിക്കണമേ, ഹെൽപ്പ് മീ. എന്തിന്? അലാ ദിക്രിക്ക നിന്നെ ഓർക്കാൻ, നിന്നെ സ്മരിക്കാൻ, നിനക്ക് ദിക്റെടുക്കാൻ എന്നെ സഹായിക്കണമേ. വ ശുക്രിക്ക, ശുക്ർ പറഞ്ഞ നന്ദി, താങ്ക്സ്. ശുക്രിക്ക നിനക്ക് നന്ദി പറയാൻ, നിന്നോട് നന്ദി കാണിക്കാൻ എന്നെ സഹായിക്കണമേ. വ ഹുസ്നി ഇബാദിക്ക, ഹുസ്നി നല്ല രീതിയിൽ, ഇബാദിക്ക നിന്നെ ആരാധിക്കാൻ എന്നെ സഹായിക്കണമേ. അപ്പൊ എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ ഐന്നി പറഞ്ഞാൽ അല്ലാഹുവേ എന്നെ സഹായിക്കണമേ. അലാ ദിക്രിക്ക നിന്നെ ഓർക്കുവാനും, വ ശുക്രിക്ക നിനക്ക് നന്ദി കാണിക്കുവാനും, വ ഹുസ്നി ഇബാദിക്ക നിന്നെ ഏറ്റവും നല്ല രീതിയിൽ ആരാധിക്കുവാനും എന്നെ സഹായിക്കണമേ. നിങ്ങൾ എന്ത് പഠിച്ചാലും അത് മറക്കും, ശരിയല്ലേ? എന്ത് ചെയ്തില്ലെങ്കിൽ, ആവർത്തിച്ചില്ലെങ്കിൽ. ആവർത്തനം അനിവാര്യം. എന്നാൽ ആവർത്തനം സിസ്റ്റമാണ് വളരെ പ്രധാനം. സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ റിപ്പീറ്റേഷൻ, ആവർത്തനം പഠിക്കും. അതിനാൽ മറക്കാതിരിക്കാൻ ആവർത്തനം ഉറപ്പുവരുത്തുക. അതായത് ഒരു കാര്യം നമ്മൾ പഠിച്ചാൽ, ഒരു പദമോ ഒരു കൺസെപ്റ്റോ അല്ലെങ്കിൽ ഒരു ആശയമോ പഠിച്ചാൽ, ആ പഠിച്ച കാര്യം 1 മണിക്കൂറിന് ശേഷം ആവർത്തിക്കുക. വീണ്ടും 24 മണിക്കൂറിന് ശേഷം, ഒരു ദിവസത്തിന് ശേഷം ആവർത്തിക്കുക. രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത് ആവർത്തനം ഒരാഴ്ചയ്ക്ക് ശേഷം ആ പദം തന്നെ വീണ്ടും നമ്മൾ നോക്കിയിട്ട് അല്ലെങ്കിൽ മനസ്സിൽ നിന്നോ ആവർത്തിച്ച് പഠിക്കുക. 4ാം ഘട്ടം 1 മാസത്തിന് ശേഷം. 5ാമത് 1 സെമസ്റ്റർ 6 മാസത്തിന് ശേഷം നിങ്ങൾ ഈ പദം അല്ലെങ്കിൽ ആശയം ഈ രീതിയിൽ ആവർത്തിച്ച് പഠിക്കുകയാണെങ്കിൽ അത് എന്നേക്കുമായിട്ട് നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് ഖുർആൻ നമ്മൾ അപ്രകാരം പഠിക്കാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക നഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്.